നമസ്കാരം. ടെഹ്റാനുമായുള്ള സമാധാന കരാറിനെ പശ്ചിമേഷ്യയിലെ വലിയ നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ട്രംപ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെടുത്തി സംസാരിക്കാനാണ് ട്രംപ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. സൗദി, ഖത്തർ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാക്കണം എന്നതാണ് ട്രംപിന്റെ ഒരു നിർദ്ദേശം. ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലുതും ശക്തവുമായ യുദ്ധക്കളത്തിലേക്കും വെടിവെപ്പിലേക്കും മേഖലയെ അത് തള്ളിവിട്ടേക്കും എന്നാണ് ട്രംപ് സൂചന നൽകുന്നത്. എന്നാൽ ഇറാനുമായുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക ഇതെല്ലാം മറന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ചർച്ചകളെല്ലാം പഴയ ആവശ്യങ്ങൾ എന്നെടുത്ത് അമേരിക്ക ഏറെ പിന്നോക്കം പോയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ അവർക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇതാണ് യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം അപ്പാടെ ഉപേക്ഷിച്ച മട്ടാണ്. എന്തായാലും ഹോർമോസ് കടലെടുക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ഇറാൻ അതായത് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇറാന് മുന്നിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒറ്റ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോസ് കടലെടുക്കുക തുറക്കുക എന്നതാണ്. എന്തായാലും ഇറാൻ യുദ്ധം അവസാനിക്കുന്നത് വരെയും, അതായത് അവസാനിക്കുന്നതിന് അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വിഷയം എന്താണെന്ന് തുറന്നു സമ്മതിക്കാനുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി പുറം ലോകത്തെ അറിയിക്കുവാൻ ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല എന്ന്. അതായത് വരാൻ പോകുന്ന കരാർ വിപ്ലവകരമായ ഒന്നാണ് എന്ന അവകാശവാദം മാത്രമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുവാൻ ഇതുവരെയും അമേരിക്കൻ ഭരണകൂടമോ വൈറ്റ് ഹൗസോ തയ്യാറായിട്ടില്ല. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി, പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനിർ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താർ എൽസി, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ് എന്നിവരുൾപ്പെടെ നിരവധി മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കളുമായാണ് ട്രംപ് ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. ട്രംപ് പറയുന്നത് പോലെ അത്ര വിപ്ലവകരമല്ല കാര്യങ്ങൾ എന്നതാണ് പുറത്തു വരുന്ന കാര്യം. എന്തായാലും ഈ വിഷയങ്ങളിൽ, അതായത് ആണവ വിഷയങ്ങൾ, ബാലിസ്റ്റിക് വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയില്ല എന്നും ഉള്ളത് ഹോർമോസ് കടലെടുക്ക തുറങ്ങുക എന്ന ഒറ്റ വ്യവസ്ഥ മാത്രമാണ്, സമഗ്രമായ കരാറല്ല എന്നും ഹോർമോസ് കടലെടുക്ക വീണ്ടും തുറക്കാനുള്ള താൽക്കാലികമായ ഒരു ക്രമീകരണം മാത്രമാണ് ഇതുവരെയും നടന്നിട്ടുള്ളതെന്നാണ് നിലവിലുള്ള റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതുപോലെ ട്രംപ് കച്ചിത്തുരുമ്പ്, അതായത് എന്തെങ്കിലും ഒരു വ്യവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ യുദ്ധം നിർത്തണം എന്ന ഒരു തീരുമാനത്തിലാണ് ട്രംപ് തൽക്കാലം എത്തിയിരിക്കുന്നത്. ഗ്യാസോലിന് വില ഗാലന് $4.50 അടുത്തു നിൽക്കുകയും ഭൂരിഭാഗം അമേരിക്കക്കാരും യുദ്ധത്തിനെതിരാണ് എന്നാണ് വോട്ടെടുപ്പുകൾ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് പോലും കടുത്ത എതിർപ്പാണ്, അതായത് ട്രംപിന്റെ നയങ്ങളോട് കടുത്ത എതിർപ്പാണ് അവർ എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ആവശ്യമില്ലാതെ നെതന്യാഹുവിന്റെ വാക്കുകേട്ട് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി പ്രശ്നങ്ങൾ വരുത്തിവെച്ചത് സാമ്പത്തിക നിലയായിരുന്നാലും ബുദ്ധിമുട്ടിലാക്കി എന്ന് ഉള്ള പരക്കെയുള്ള ആരോപണമാണ് അമേരിക്കയിൽ നിന്നും ട്രംപിനെതിരെ ഉയരുന്നത്. ആ നിലയ്ക്ക് പേരിനെങ്കിലും ഒരു കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക്, അതായത് തന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയിലാകും എന്ന കാര്യം മനസ്സിലാക്കിയാണ് ട്രംപ് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത്, അതായത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി തന്നെ അമേരിക്ക ഇറാനെതിരെ വീണ്ടും ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. ഇത് വീണ്ടും അടുത്തൊരു പശ്ചിമേഷ്യൻ യുദ്ധ സംഘർഷ സാഹചര്യം തീർക്കുമെന്ന ആശങ്ക നിലവിൽ വരുന്നുണ്ട്. അല്ല, ലോകത്തെ സംബന്ധിച്ചും ഇതൊരു ആശ്വാസം നൽകുന്നത് നേരത്തെ യുദ്ധം തീരുമെന്നും കരാർ പുതുക്കുമെന്നും, അതായത് ഒരു പുതിയ കരാർ നിലവിൽ വരുമെന്നുള്ള കാര്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് അപ്രത്യക്ഷമായി ഒരു ആക്രമണം ഉണ്ടാവുന്നതും അത് വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി നിന്നും കരകയറാനാകും, അതായത് ഈ യുദ്ധം നിർത്തുന്നതോടെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധി നമുക്ക് മറികടക്കാനാകും എന്നായിരുന്നു കരുതൽ. എന്തായാലും ലോകത്തിനാകെ ബാധ്യതയായ ഒരു യുദ്ധത്തിന് താൽക്കാലിക ശമനം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഈ കടന്നാക്രമണം. വളരെ എളുപ്പത്തിൽ കൈവിട്ടു പോകുമായിരുന്ന ഒരു സംഘർഷം അയയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വീണ്ടും കാര്യങ്ങൾ കണക്കു തെറ്റിച്ച് അമേരിക്കയുടെ ആക്രമണം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനി ഇറാൻ തിരിച്ചടിക്കുമെന്ന്, അതായത് പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.